ഫ്യൂജി ഗംഗ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. റിട്ടയർഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ CK സുനിൽ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഫ്യൂജി ഗംഗ വൈസ് പ്രസിഡന്റ് CB ഹരികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജപ്പാൻ സൗഹൃദ കൂട്ടായ്മയായ ഫ്യൂജി ഗംഗയുടെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ നടന്നു. തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ കുടുംബസംഗമത്തോടെയായിരുന്നു പരിപാടി. റിട്ടയർഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ CK സുനിൽ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. അതുപോലെ ഫ്യൂജി ഗംഗയുടെ ഇവിടെ പറഞ്ഞു, നമ്മൾ യാതൊരു ഭേദങ്ങളും ഇല്ലാത്ത ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടന, വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു ലേബലിന് ഇപ്പോഴും തൊടുപുഴയിലും ഒക്കെ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് ഞാനത് അവിടെ വരുന്ന തിരുവനന്തപുരമായി ബന്ധപ്പെട്ട് ഫ്യൂജി ഗംഗയുടെ പേരിൽ അവിടെ പല ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ മുമ്പിലെ മാസം മുതുകാട് സാർ ഉൾപ്പെടെ ജപ്പാന് പോയപ്പോൾ അവിടെ മുഴുവൻ ഓർഗനൈസ് ചെയ്ത് ഫ്യൂജി ഗംഗയുടെ പേരിലാണ്. ഞാനത് പറഞ്ഞെന്ന് തോന്നുന്നു. അവിടെ മലയാളി അസോസിയേഷൻ 3-4 ഗ്രൂപ്പാണ്. ഒരു രീതിയിൽ ഒരുമിക്കല്ലാത്ത ഗ്രൂപ്പുകളാണ്. ഇത്തവണത്തെ മുതുകാടിന്റെ യാത്ര ഫ്യൂജി ഗംഗ ഓർഗനൈസ് ചെയ്തുകൊണ്ട് എല്ലാ മലയാളികളെ ഒന്നിച്ച് ജപ്പാൻ ഈ അടുത്ത നാളത്ത് കണ്ട ഏറ്റവും വലിയ കൂട്ടായ്മയും ഏറ്റവും വലിയ പരിപാടിയായിരുന്നു അത്. ജോജയും പറയുന്നത് എല്ലാവരും പറഞ്ഞു അത് ഫസ്റ്റ് പേര് ഫ്യൂജി ഗംഗ ആയതുകൊണ്ട് ബാക്കി എല്ലാവരും അതേലങ്ങ് ചേർന്നു. അപ്പൊ അത് ജോജോയുടെ കൂടെ ഒരു വിജയമാണ്. എന്ത് പറഞ്ഞാൽ ആ പേരിന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല പല സ്ഥലത്തും ആ പേരിനൊരു മഹത്വമുണ്ട്. ആ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചുകൂടെ കാര്യക്ഷമമായി മുന്നോട്ട് പോകണം എന്നൊരു അഭ്യർത്ഥന. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ഫ്യൂജി ഗംഗ വൈസ് പ്രസിഡന്റ് CB ഹരികൃഷ്ണൻ അധ്യക്ഷനായി. ഇന്നും കാലിക പ്രസക്തമായിട്ടുള്ള, അതായത് ഇപ്പോൾ 2024 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ സമാധാനവും നന്മയും സ്നേഹവും ഒക്കെ പ്രതീകാത്മകമായി നൽകിക്കൊണ്ടും ലോക ജനതയുടെ മുഴുവൻ പാപഭാരങ്ങളും ഏറ്റുവാങ്ങി ക്രൂശിൽ മരണമടഞ്ഞ യേശുദേവന്റെ ജനനം, അത് നമുക്കറിയാം ലോക സമാധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുകയും അത് എല്ലാവരും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയും ചെയ്യുന്നു. മറ്റെല്ലാ ലോകരാജ്യങ്ങളിലും എന്ന പോലെ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും അത് കേവലം ക്രിസ്ത്യാനികളുടെ മാത്രം ഒരാഘോഷമായിട്ടല്ല, കേരളത്തിലെങ്കിലും പ്രത്യേകിച്ചും നമ്മുടെ ക്രിസ്മസ് എന്നല്ല എല്ലാത്തരം ആഘോഷങ്ങളും ഇന്ന് ഒരുതരം മതേതര ആഘോഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോയിച്ചാൻ വാകശ്ശേരി ക്രിസ്തുമസ് സന്ദേശം നൽകി. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ ഇവിടെ കൂടുകയും നമ്മൾ ആഘോഷിക്കുകയും ചെയ്തു. എല്ലാ പരിപാടികളും നമ്മൾ ഇതേപോലെ കൂടാറുണ്ട്. ആ സന്മനസ് നമ്മൾ എല്ലാവരും പങ്കിടാറുണ്ട്. എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ തൊടുപുഴ ഇത്തരം ഒരു കൂട്ടായ്മ, തൊടുപുഴയല്ല ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ കൂട്ടായ്മ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ വിഭാഗത്തിലും എല്ലാ സംഘടനകളിലും എല്ലാ വിശ്വാസങ്ങളുള്ള ആൾക്കാർ ഒന്നിച്ച് ഒരേ മനസ്സോടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നു. നമുക്ക് നീണ്ട കാലത്തെ പ്രവർത്തന പരിചയമുണ്ട്. ഏകദേശം 15 കൊല്ലമല്ലേ, 15 കൊല്ലമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നു. 15 കൊല്ലമായിട്ട് ആകെ 12ാമത്തെ വർഷമാണ്. 12ാമത്തെ വർഷത്തിനിടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറയുന്നത് നമ്മൾ ഇതല്ലാതെ വേറെ കാണാൻ പറ്റത്തില്ല. എന്താ സാധാരണ 10 പേര് കൂടെ എവിടെയാണെങ്കിലും ഒരു ഗ്രൂപ്പ് വരുന്നത്. ഇതുവരെ ഒരു ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങളോ വിഭാഗീയത ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. റിട്ടയർഡ് എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഹാരി C. ശേഖർ, VSN നാസിർ എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി സംസാരിച്ചു.